എപ്പോഴും ജീവിതത്തെയും ഏറ്റവും സരസമായി കാണുകയും നർമ്മത്തിലൂടെ കാര്യങ്ങൾ പറയുകയും ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നർമ്മം അവതരിപ്പിക്കാൻ അറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഉൾപ്പെടുന്നൊരു തലമുറ ഒരുപക്ഷെ നർമ്മത്തിൻ്റെ ഏറ്റവും രസകരമായ വഴികൾ കണ്ടതും മനസ്സിലാക്കിയതുമെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ്. ഇനിയിപ്പം പലരും പറയുന്ന പോലെ അദ്ദേഹം നമ്മളുടെ ഇടയിൽ നിന്ന് പോയെങ്കിലും അദ്ദേഹം എഴുതിയ സിനിമകളും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളുമെല്ലാം മലയാളി ഉള്ള കാലത്തോളം ഓർക്കുന്നതും അത്രയും ബലമുള്ളതുമാണ്. വലിയ വിഷമം. കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകളായിരുന്നു. കാലത്തിന് മുന്നേ എന്നല്ല, അന്നും അത് കാലത്തിനൊപ്പമായിരുന്നു. കാലം മുന്നോട്ട് പോകുന്തോറും അതിൻ്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ്. ഈ കാലാതീതമായി നിൽക്കുന്നു എന്നുള്ളതിനപ്പുറം അതിന് പ്രസക്തി കൂടുന്നുണ്ട്. അതിൽ പറഞ്ഞ വിഷയങ്ങളൊന്നും 10, 30, 40 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോഴും അതിനൊന്നും വലിയ മാറ്റങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഈ നാട്ടിൽ തുടരുന്നുണ്ട്. അപ്പം അന്നേ അദ്ദേഹം അത് അത്ര ദീർഘവീക്ഷണത്തോടെ കണ്ട് ഈ പറയുന്നതല്ല, നമ്മൾ ചിരിക്കാനും ചിന്തിക്കാനും എന്നൊക്കെ മലയാളികൾ ഉപയോഗിച്ചു കൊടുക്കുന്ന വാക്കുകൾ ഈ ചിരിയോടൊപ്പം അദ്ദേഹം ഇത്ര ചിന്ത വലിയ സർക്കാസമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് കണ്ടപ്പോഴാണ് ഉണ്ടായത്. അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മ എന്താണ്? ഞാൻ 10-25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വർത്തമാനം പറയുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും എൻ്റെ പരിപാടികൾ കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മയില്ല, ഒരുപാട് ഓർമ്മകളാണ് ഈ സമയത്ത് വരുന്നത്.